വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ സച്ചൂസ്. നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുമായിട്ട്. നമ്മളിൽ ഇന്നിരിക്കുന്ന വണ്ടി വണ്ണസിൻ്റെ ഏതോ ആണ് ഗൈസ്, പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഏതോ ഒരു വണ്ടിയാണ് വണ്ണസിൻ്റെ. അപ്പം നമ്മൾ ആൾക്കാരൊക്കെ കയറി നമുക്ക് യാത്ര തുടരാം. ഈ റൂട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ട്രിപ്പ് കിട്ടി, അതാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. നമ്മൾ പോവുകയാണ്. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ്? പേലാബൂൺ ബക്കുഹനി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. വായിലേക്കൊന്നും വരുന്നില്ല. അപ്പം നമ്മൾ യാത്രയാവുകയാണ് വണ്ണസിനെയും കൊണ്ട്. വണ്ടി എടുത്തപ്പോൾ നമ്മൾ 84% ഡാമേജാണ്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് സൈഡ് തരുന്നില്ല ഗൈസ്. നമ്മൾ സ്റ്റോപ്പായി. വെട്ടിച്ചെടുക്കാൻ പറ്റുമോ? നമ്മൾ ക്യാബിനിലെ ലൈറ്റൊക്കെ നമുക്ക് ഇട്ടുവെച്ചുകൊണ്ട് പോകാം ഗൈസ്. നമ്മൾ വണ്ണസുമായിട്ട് പോവുകയാണ്. ഇങ്ങേര് മാറിത്തരണമില്ലല്ലോ. ഫോണിച്ചപ്പോൾ മാറിത്തരുമോ? ഗൈസ്, ഇങ്ങനെ മാറിത്തരുന്നില്ല. മാറിത്തന്നു ഗൈസ്. നമ്മൾ ഈ ഗെയിം ആയതുകൊണ്ട് സിഗ്നലൊന്നും നോക്കണ്ട. നമ്മൾ റിയൽ ലൈഫിലെല്ലാ നിയമങ്ങളായിട്ടാണ് കേട്ടോ പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് നമ്മളെ പൈസ എന്തൊക്കെ വന്നു അതിനിടയ്ക്ക്. നമ്മൾ 68% ആയി. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് നമ്മൾ ഈ നിയമങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ ഗെയിമിലൊക്കെ നമ്മൾ സിഗ്നൽ കട്ട് ചെയ്ത് പോയാലും ഒറിജിനലായിട്ട് സിഗ്നലൊന്നും കട്ട് ചെയ്ത് പോകരുത്, നിയമവിരുദ്ധമാണ്. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ആകുമ്പോൾ നമ്മൾ പുലിമട കാണിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. അത് ഈ വണ്ണസ് നമ്മൾ പറഞ്ഞില്ല ഗൈസ്. അപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ണസിൻ്റെ ഗാരേജായ പുലിമട എന്ന് പേരുള്ള ഗാരേജ് നമ്മൾ കാണിച്ചിരുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു ഫ്യൂച്ചറാണ്. അപ്പം നമ്മൾ ഈ മൊത്തം വളവാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ കിടിലമാണ്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ പെട്രോളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്രോൾ അടിക്കണ്ട. നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുമ്പം അപ്പത്തുനിന്ന് വണ്ടി വരും. പിന്നെ ഗൈസ്, ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ കഴിയുമെങ്കിൽ നോക്കുന്നതാണ്. പാലമെത്തി ഓവർടേക്ക് ചെയ്യാം ഗൈസ്. അവരെ നിന്ന് തന്നത് കൊണ്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റി. അവരെ നിന്ന് തന്നതുകൊണ്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റി ഗൈസ്. ഗൈസ്, നമ്മളെ വീണ്ടും വീഡിയോയിലേക്ക് വന്നിരിക്കുന്നു. നമ്മൾ വീണ്ടും സിഗ്നൽ വരും. അപ്പോൾ ഗെയിമിലായാലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും തെറ്റിച്ച് പോകാം ഗൈസ്. പക്ഷെ ഒറിജിനലായിട്ട് തെറ്റിച്ചാൽ ജയിലിൽ കിടന്ന് ഉണ്ടായേണ്ടി വരും. ഇപ്പം ജയിലിലൊന്നും ഉണ്ടേന്നുമല്ല ഗൈസ്, ബിരിയാണി അതൊക്കെയാണ്. നമ്മളിവിടെ എന്തൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. അവർ
ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് നേരെയാണ് പോവേണ്ടത്. നമുക്ക് ഓവർടേക്കാൻ പറ്റില്ല. നമ്മൾ ഈ ചെറിയ വഴിയാണ് ഗൈസ്. ഈ ക്യാബിനിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ബസ് പോയാൽ പിറകിൽ വന്ന വണ്ടിക്ക് പിന്നെ സൈഡിൽ കൂടി പോകാൻ പറ്റില്ല. നമ്മൾ സിഗ്നലുണ്ടായിട്ടും നോക്കുന്നില്ല. പക്ഷെ റിയൽ ലൈഫിൽ നിങ്ങളിതെല്ലാം നോക്കി നിയമങ്ങളെല്ലാം അടിക്കണം. വണ്ടി ഓടിക്കും, കാറോ ബസ്സോ എല്ലാം ഓടിക്കും. നമ്മൾ ഈ സീറ്റ് ബെൽറ്റൊക്കെ ഇടണം. സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടില്ലെങ്കിൽ നമ്മൾ അപകടമാണ്. പിന്നെ നമ്മൾ എയർ ബാഗുള്ള വണ്ടിയിലായാലും സീറ്റ് ബെൽറ്റ് ഇടാതെ പോയാൽ നല്ല അപകടമാണ് ഗൈസ്. നമ്മൾ ഒരച്ചെടുത്തോണ്ട് പോയി. നമുക്ക് ഇടത്തോട്ടാണ് വിളിക്കാം. ഇതൊരു ഗ്രാമപ്രദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓഫ് റോഡാണ് ഗൈസ് തോന്നുന്നു. വണ്ടി കുലുങ്ങി പോകുന്നു. ഇത് എതിർദിശയിൽ നിന്ന് ഒരു വണ്ടി വരുന്നില്ല എന്നുള്ള അതിശയമായ കാര്യമാണ്. ഗൈസ് വീണ്ടും മഴ വന്നിരിക്കുന്നു. നമ്മൾ വീണ്ടും ഗെയിമിൽ സിഗ്നൽ കട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ഇവിടെ മൊത്തം മഴയാണ് ഗൈസ്. നമുക്ക് ഈ വ്യൂവിലോട്ട് ഓട്ടിക്കുന്നതല്ല, മൊത്തം നാച്ചുറൽ സോങ്സ് ആണ്. ചെക്ക് പോസ്റ്റ് ഇടിമിന്നലും ഉണ്ട് ഗൈസ്. ചെക്ക് പോസ്റ്റ് കടന്നാൽ പിന്നെ പാടില്ല ഗൈസ്. നമ്മൾ അതെന്തൊക്കെ പറയുന്നു. ചെക്ക് പോസ്റ്റ് കടക്കണം ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ആ വണ്ടി 69 പാസഞ്ചേഴ്സാണ്. വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അപ്പം നമ്മൾ ഓടിച്ചെന്ന് ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് അവർ ശരിയാക്കി ഇപ്പം 100% ആയി. നമ്മളിപ്പോൾ പുതിയൊരു വഴി കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പാലം, ആ സ്ഥലത്തേക്കുള്ള പാലം. പക്ഷെ പാലം തീർന്നു ഗൈസ്. എന്ത് കഷ്ടമാണല്ലേ. മാറിപ്പോ ഒരുത്തരും നമ്മൾ സൈഡായിരുന്നില്ല ഗൈസ്. ഇതിനൊക്കെ സ്പീഡ് എടുത്തൊന്ന് പൊയ്ക്കൂടെ. ഗൈസ് ഈ സൈഡിൽ കൂടി എടുത്തോളൂ. അവിടെ ബോക്സ് ഉണ്ട് ഗൈസ്. ഇപ്പം അങ്ങിടിച്ച് കയറ്റന്നെ ഗൈസ്. ജസ്റ്റ് ഒന്ന് പിടിച്ചു. 98%. ഗൈസ് നമുക്ക് അവർ വഴി മാറി തന്നു. നമ്മൾ ആ വണ്ടീനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ വീണ്ടും ആ വഴിയിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്ന് ഈ ഭാഗത്ത് നമുക്ക് ഈ വണ്ടിയെ ടോപ്പ് സ്പീഡ് നോക്കാം ഗൈസ്. നല്ല ഗൈസ് ഒരു മാറി തരുന്നില്ല. കേസസ് അവർ മാറി തരുന്നുണ്ട്. അവർ മാറി തന്നു ഗൈസ്.
ഇപ്പം 4ാമത്തെ ഗിയർ 151 കയറുന്നില്ല. 3ലെത്ത് കയറ്റാൻ നോക്കാം. 4 കയറി. അങ്ങൊരു ചെക്ക് പോസ്റ്റ് കാണുന്നു. അപ്പം നമുക്ക് ഇന്നും സ്പീഡ് നോക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നു ഗൈസ്. %94. നമുക്ക് അവിടെ തുറന്നു വന്നു ഗൈസ്. പിന്നെ നമുക്ക് പേടിക്കണ്ട, നമ്മൾ പറപ്പിക്കും. നമ്മൾ ടോപ്പ് സ്പീഡ് നോക്കാൻ പോവുകയാണ് ഗൈസ്. മഴ ഈ വീഡിയോയിൽ പറ്റില്ല എന്നത് ഗൈസ്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു. ഈ ടൂറിൽ നമുക്ക് ടോപ്പ് സ്പീഡ് നോക്കാം. ഈ റോഡിൽ നമുക്ക് നോക്കാം. ടൂറല്ല ഗൈസ്, മാറിപ്പോയി. മാറിത്തരുന്നില്ല. ഈ വീഡിയോയിൽ നമുക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഒരു വീഡിയോയിൽ നമുക്ക് ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കാൻ പറ്റുന്നില്ല. ഗൈസ് നമ്മൾ നോക്കും. 5ാമത്തെ കയറിയിട്ട് പോവുകയാണ്. നമുക്കുള്ള ബ്രേക്ക് പിടിക്കേണ്ട ഒരു ആവശ്യം വന്നു. ഇത് മാറുന്നതുമില്ല ഗൈസ്. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ഏകദേശം തീരാറായി. അമ്മമാരെന്താ അങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇങ്ങോട്ട് വിളിക്കണം. നമുക്കും ഇങ്ങോട്ടാണ് ഗൈസ് പോവേണ്ടത്. മഴയെല്ലാം പോയി. പുറത്ത് മഴ ഇടയ്ക്കൂടി കയറി വരുന്നതാണ് എല്ലാം തകിടുമാറാക്കി തരുന്നത്. ബൈക്കാനൊക്കെ എന്താ. നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത വീഡിയോയുമായി നമുക്ക് ടോപ്പ് സ്പീഡ് നോക്കാം ഗൈസ്. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ആവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വൈൻഡപ്പ്.